എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ടോംസ് എബ്രഹാം. യുവത സ്കൂൾ ഓഫ് യോഗയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. നാം ഇപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന വിഭാഗമാണ്. അതിൽ ഗർഭാവസ്ഥയിലിരിക്കുന്നതിനെ പ്രീനറ്റൽ സ്റ്റേജ് എന്നും, തുടർന്ന് ജനനം മുതൽ 2 വയസ്സ് വരെ ഇൻഫൻസി എന്നും, തുടർന്ന് പ്യൂബർട്ടി ആകുന്നതുവരെ ചൈൽഡ്ഹുഡ് എന്നും, പിന്നീട് ടീനേജ് അല്ലെങ്കിൽ അഡോളസൻസ് പീരീഡ് എന്നും, അതിനുശേഷം അഡൽട്ട്ഹുഡ്, മിഡിൽ ഏജ്, ഓൾഡ് ഏജ് തുടങ്ങിയ വിവിധ സ്റ്റേജുകളെ നമ്മൾ പ്രാഥമികമായി ഒന്ന് പരിചയപ്പെട്ടു. ഇനി നമ്മൾ ഇവ ഓരോന്നിനെ പറ്റിയും അല്പം വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഇതിൽ പ്രീനറ്റൽ സ്റ്റേജ് എന്നത് ഉദ്ദേശിക്കുന്നത് ഗർഭാവസ്ഥയാണ്. അവിടെ 40 ആഴ്ചകൾ അല്ലെങ്കിൽ 280 ദിവസമാണ് പ്രീനറ്റൽ സ്റ്റേജിൽ ഒരു ജീവൻ ഗർഭാവസ്ഥയിൽ തുടരുന്നത്. ഈ സമയത്ത് മാതാപിതാക്കൾക്കുണ്ടാകുന്ന, പ്രത്യേകിച്ച് മാതാവിൻ്റെ മനോനില കുട്ടിയുടെ വളർച്ചയെ ബാധിക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിലും കൂടുതൽ സന്തോഷകരമായിട്ടിരിക്കുന്ന രീതിയിൽ വേണം ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ ആ സ്ത്രീ ഇടപെടാൻ എന്ന് പറയും, അല്ലെ ആ സ്ത്രീയോട് ഇടപെടാൻ എന്നും ഒക്കെ പറയാറുണ്ട്. ഇത് ആ കുട്ടിയുടെ ആരോഗ്യത്തെ മുൻനിർത്തിയാണ് ഇത്തരം കാര്യങ്ങളെ പറയുക. ചന്ദ്രമാസത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ 10 മാസം എന്നത് 28 ദിവസമാണ് ഒരു ചന്ദ്രമാസം. അപ്പോൾ 280 ദിവസം എന്നത് 10 മാസം എന്നുള്ളൊരു കണക്കിൽ ഉൾപ്പെട്ടു വരുന്നു. ഈ ഒരു കാലഘട്ടത്തിലുണ്ടാകുന്ന പല ഡെവലപ്മെൻറ്റുകളും ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ രീതി അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നീട് ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടം ഇൻഫൻസി എന്ന സ്റ്റേജിലാണ് അറിയപ്പെടുക. ഈ സമയത്താണ് കൂടുതൽ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുക. അതുപോലെ സെൻസറി ഡെവലപ്മെൻറ്റ്, അതായത് ഓരോ സെൻസിനെയും അറിയാനുള്ള, ഇപ്പോൾ ടച്ചിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാഴ്ചയായിക്കോട്ടെ, അല്ലെങ്കിൽ ഹിയറിങ് ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നൊരു ഘട്ടം കൂടിയാണത്. അതുപോലെ മോട്ടോർ ഡെവലപ്മെൻറ്റ്, കൂടുതൽ മൂവ്മെൻറ്റുകളിലേക്ക് എഴയാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ പതുക്കെ കൈകൾ കൊണ്ട് എന്തെങ്കിലും വസ്തുവിനെയൊക്കെ പിടിക്കാൻ തുടങ്ങുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഘട്ടത്തിലാണ്. അതേപോലെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, കോഗ്നീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് നോയിങ് എന്നാണ്. അറിയാനുള്ള ആ ഒരു അവസ്ഥയാണ് കോഗ്നീഷൻ എന്ന് പറയുക. ഇവിടെ ഇത്തരം കാര്യങ്ങൾ, പല കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ കുട്ടി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഇതൊക്കെ ഇൻഫൻസി സ്റ്റേജിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഈ പിയാഷെ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ്, റഷ്യൻ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം ഈ വിവിധ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡെവലപ്മെൻറ്റിനെയൊക്കെ ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അദ്ദേഹത്തിൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ തിയറിയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. തുടർന്ന് 3ാമത്തെ സ്റ്റേജിലേക്കാണ് കുട്ടി കടക്കുക. അത് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജിൽ കൂടുതൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റുകളൊക്കെയാണ് സാധിക്കുക. അതായത് കൂടുതൽ ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ആകുന്നു, കൂടുതൽ കളിക്കാനൊക്കെ തുടങ്ങുന്നു, ഓട്ടം, ചാട്ടം, എല്ലാ സമയവും അടങ്ങിയിരിക്കാതെ കൂടുതലും ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഹൈറ്റ്, വെയിറ്റൊക്കെ കൂടുന്നു, അല്ലെ നന്നായിട്ട് നടക്കാനും ഓടാനും ചാടാനും ഒക്കെയുള്ള കഴിവ് ഈ കുട്ടി നേടിയെടുക്കുകയാണ്. പിന്നെ നല്ലതും ചീത്തയും തിരിച്ചറിയുന്നത്, നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള പല നിയമങ്ങളനുസരിച്ചിട്ട് ചില കാര്യങ്ങൾ നല്ലതാണ്, ചിലത് അത്ര നല്ലതല്ല എന്നൊക്കെയുള്ള ധാരണകൾ കിട്ടുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഈ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ വളരെ സ്വതന്ത്രമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയും ഈ കുട്ടിക്ക് വന്നു ചേരുന്ന ഒരു ഘട്ടം കൂടിയാണിത്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ മുതിർന്നവർ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ അല്ല ഗ്രാൻഡ് പേരൻസ്, അവരുടെയൊക്കെ ചില ആഗ്രഹങ്ങളനുസരിച്ചിട്ട് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ പ്രവർത്തിക്കാനായിട്ടുള്ളൊരു കഴിവ് ഈ കുട്ടി നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ മോറൽ വാല്യൂസ്, സമൂഹത്തിൽ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റൊക്കെ എത്തരത്തിൽ വേണം ഓരോ സാഹചര്യത്തെയും അതിജീവിക്കാൻ, അല്ലെ മറ്റുള്ളവരോട് എങ്ങനെയൊക്കെ ഇടപെടണം,
എങ്ങനെ ഒരു നല്ല സാമൂഹിക ജീവിയായിട്ട് മാറാം എന്നൊക്കെയുള്ള പല പാഠങ്ങളും ഈ കുട്ടിക്ക് ലഭിക്കുന്നത് ഈ ചൈൽഡ്ഹുഡ് എന്നുള്ളൊരു സമയത്താണ്. അപ്പോൾ അതങ്ങനെ വളർന്ന് കഴിയുമ്പോൾ അഡോളസൻസ് എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തും. ഇവിടെയാണ് പ്യൂബർട്ടി എന്നുള്ള ഘട്ടം വരിക. അതല്ലേ ടീനേജ് എന്ന് പറയും, അല്ലെ അഡോളസൻസ് പീരീഡ് എന്ന് പറയും. സാധാരണഗതിയിൽ അതിനെ പറയുമ്പോൾ 13 to 19 എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ടീനേജ് എന്ന് പറയുക. എന്നാൽ പ്യൂബർട്ടി സാധ്യമാകുന്ന സമയം മുതൽ ലേഡീസിനാണെങ്കിൽ മെൻസ്ട്രേഷൻ, ബോയ്സിനാണെങ്കിൽ ഒരു സ്പേം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഘട്ടമാണ് ഈ പ്യൂബർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ അവർ ആ ഒരു ഘട്ടം മുതൽ അവരുടെ ഡെവലപ്മെൻറ്റ് മറ്റൊരു ഡ്രാസ്റ്റിക് ചേഞ്ചിലേക്ക് മാറും, മറ്റൊരു തലത്തിലേക്ക് അത് മാറും. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് എത്തി അവർ അഡൾട്ട് ആകാനായിട്ടുള്ള ആ ഒരു പ്രയാണത്തിലേർപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണത്. ഇവിടെ കൂടുതൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നടക്കും, എസ്പെഷ്യലി സെക്ഷുവൽ ഡെവലപ്മെൻറ്റാണ് നടക്കുക. അത് മെയിലാണോ ഫീമെയിലാണോ എന്നൊക്കെയുള്ള ഐഡൻറ്റിഫിക്കേഷൻ നടക്കുന്നത്. അല്ലെങ്കിൽ സൈക്കോളജി അനുസരിച്ചിട്ട് 74 തരം ജെൻഡർ ഉണ്ടെന്ന് ഒക്കെ ആണ് റിസർച്ചുകൾ പറയുക. അപ്പോൾ 74 തരം ജെൻഡറുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൽ മെയിൽ ഫീമെയിൽ എന്നുള്ളതിനെ പെർഫെക്റ്റ് ജെൻഡേഴ്സായിട്ടും ബാക്കിയുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ വ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജെൻഡർ ഡിഫറൻസുകൾ വരുന്നു എന്നുമൊക്കെയാണ് സൈക്കോളജി അനുസരിച്ചിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ പ്രൈമറി സെക്കൻഡറി ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടത്തുന്നതാണ് സംഭവിക്കുന്നതാണ് ഈ ഒരു അഡോളസൻസ് പീരീഡ്. ബോയ്സും ഗേൾസും അവർ പരസ്പരം തിരിച്ചറിയുകയും വ്യത്യസ്തതകളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ്. ഈ സമയത്താണ് ഓപ്പോസിറ്റ് സെക്സിനോട് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു ഘട്ടവും. അവരുടെ ജെനിറ്റൽ ഓർഗൻസിനൊക്കെ വ്യത്യസ്തത വരുന്നു. അതുപോലെ ഹെയർ വളരാൻ തുടങ്ങുന്നു. ഇപ്പോൾ ആൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ താടി വളരുന്നു, അല്ലെങ്കിലും ആംബിറ്റ് തുടങ്ങിയ ഗുഹ്യഭാഗങ്ങളിലൊക്കെ രോമം വളരാൻ തുടങ്ങുന്നു. എന്നൊക്കെയുള്ളത് വ്യത്യസ്തതയാണ്. പെൺകുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവരുടെ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റൊക്കെ സാധ്യമാകുന്ന ഘട്ടം കൂടിയാണിത്. അതുപോലെ ഒരു പൂർണ്ണഘട്ടത്തിലേക്ക് എത്തുന്ന പുരുഷനല്ലെ സ്ത്രീ എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് ചേരുന്ന ഒരവസ്ഥയാണിത്. ഈ ഒരു സമയത്ത് സ്വന്തം സെൽഫിനെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ സ്വന്തം ചേഞ്ചസിനെ, ബോഡിക്കും മൈൻഡിനും ഒക്കെ വരുന്ന ചേഞ്ചസിനെ മനസ്സിലാക്കാനും അത് അതിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റൊക്കെ പോസിബിളൊക്കെ ആകുന്ന ഒരു സമയം കൂടിയാണിത്. ഈ ഘട്ടത്തിലാണ് മറ്റ് 72 ജെൻഡേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിലേക്കൊക്കെയുള്ള ചിന്തകളും വ്യതിയാനങ്ങളും ഒക്കെ സംഭവിക്കുക. ചിലപ്പോൾ ഹോർമോൺ ചേഞ്ചസ് ആയിരിക്കാം, ചിലപ്പോൾ ഫിസിക്കലി ഉണ്ടാകുന്ന ചില ഡിസ്റ്റർബൻസസ് ഒക്കെ ആയിരിക്കാം. അനേകം കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെപ്പറ്റി പറയാറുണ്ട്. അതുപോലെ ഈ ഒരു ഘട്ടത്തിലാണ് കൂടുതൽ പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്നത് വരിക. എസ്പെഷ്യലി ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പിയാഷെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം. അതായത് മുൻകൂട്ടി ഒരു കാര്യത്തെ അസസ് ചെയ്തിട്ട് ഇതാണ് വരാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയോടുകൂടി ആ ഒരു പ്രത്യേക തരത്തിൽ ഓരോ സംഭവങ്ങളെയും സമീപിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. ഈ ഒരു സമയത്ത് കൂടുതലും ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം ഈ കുട്ടികളിൽ നടക്കാറുണ്ട്. അതേപോലെ ഈ ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ. ഈ സമയത്താണ് ഈ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ കൂടുതൽ ഒരുങ്ങിയൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയം. അതേപോലെ ഈ ഒരു സമയത്ത് കൂടുതൽ പിയർ ഗ്രൂപ്പൊക്കെ ഫോം ചെയ്യുന്ന ഒരു സമയമാണ്. സെയിം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഗ്രൂപ്പുകൾ, സെയിം ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ ഗ്രൂപ്പുകൾ, ഒരു കൂടുതൽ അറിവുകൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ ഒരു സമയം. അതേപോലെ ഈ ഒരു സമയത്തിൻ്റെ വലിയൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ ഈറ്റിംഗ് ഡിസോർഡേഴ്സൊക്കെ വരുന്നൊരു സമയമാണ്. സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ലഹരി വസ്തുക്കൾ, MDMA പോലുള്ള ആൽക്കഹോൾ ആയിക്കോട്ടെ, നിക്കോട്ടിൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പലതരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനും അതനുസരിച്ചിട്ട് മച്യൂറായി എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് എത്താനുമൊക്കെ ഈ ഒരു ടെൻഡൻസി ഉണ്ടാകുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇത്. അതുകൂടാതെ ഈറ്റിംഗ് ഡിസോർഡേഴ്സായിട്ട് വരുന്ന, ഇപ്പോൾ അവിടെ അമിതമായിട്ടുള്ള ഭക്ഷണശീലം, അത് ബിഞ്ച് ഈറ്റിംഗ്, എപ്പോഴും തിന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി, പിന്നെ അനറക്സിയ, ബുലീമിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അസ്വസ്ഥത. ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആഹാരം കഴിച്ചിട്ട് അമിതമായിട്ട് ആഹാരം കഴിക്കാനുള്ള ടെൻഡൻസിയാണത്. അതുപോലെ അനറക്സിയ നെർവോസ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ ആഹാരമേ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന
ഒരു രീതിയാണ്. കൂടുതലും പെൺകുട്ടികളൊക്കെ പർപ്പസ്ഫുള്ളി ഡയറ്റ് എടുക്കുന്ന ഒരു രീതിയൊക്കെ ഈ ഘട്ടത്തിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരം ഡിസോർഡറുകളൊക്കെ, അതുപോലെ ഡെലിങ്ക്വസി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഡിസോർഡർ, എന്തിനേയും ചലഞ്ച് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ടാകുക, അത് കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ബാക്കിയുള്ളവരൊക്കെ ആയിട്ടുള്ള ഒരു ഇടപെടലിന് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കുക, ആരെയും അഡ്മിറ്റ് ചെയ്യാതിരിക്കുക, ബാക്കി എല്ലാവരുമായിട്ടും എപ്പോഴും തർക്കിക്കുന്ന ഒരു ശീലം ഒക്കെ ഉണ്ടാകുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. പിന്നീടാണ് നമ്മൾ അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേജിലേക്ക് കിടക്കുക. അഡൾട്ട്ഹുഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ മച്വർ ആകുന്നു എന്നുള്ളൊരു ഘട്ടമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക. ഈ സമയത്താണ് കൂടുതലും ജോലി സമ്പാദനം, കല്യാണം കഴിക്കുക, പിന്നെ കുട്ടികളാകുക, ഫാമിലിയുടെ ഉത്തരവാദിത്വം, കുട്ടികളെ വളർത്തുക, ജോബിൻ്റെ സെക്യൂരിറ്റിയെ പറ്റിയുള്ള ടെൻഷൻ, ഒരു വീട് വയ്ക്കുക, ഇങ്ങനെ തുടങ്ങി അനേകം റിസ്ക്കുകൾ ലൈഫിലെ നേരിടേണ്ടി വരുന്നൊരു ഘട്ടം കൂടിയാണിത്. അതുപോലെ ഈ ഘട്ടത്തിൽ തന്നെ ചിലപ്പോൾ സ്പൗസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടായിട്ട് ചിലപ്പോൾ ആ ബന്ധം ഒരു ഡൈവോഴ്സിലേക്ക് പോകാം. ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന രീതിയാണ്. അതുപോലെ സിംഗിൾ പേരൻ്റ് ആകുന്ന ഒരവസ്ഥ, അപ്പോൾ ആരുടെയെങ്കിലും ഒരു സ്പൗസിൻ്റെ മരണം സംഭവിക്കുന്ന ഒരു ഘട്ടം കൂടെ ഈ ഒരു അവസരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതേപോലെ അനേകം ചലഞ്ചസ് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് അഡൾട്ട്ഹുഡ്. അതിനുശേഷമാണ് അവർ മിഡിൽ ഏജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഘട്ടത്തിലേക്ക് കിടക്കുക. മിഡിൽ ഏജിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്നത് മിക്കവാറും ഈ ഒരു സെപ്പറേഷൻ്റെ ഒരു പ്രശ്നം അവിടെ വരും, അസുഖങ്ങൾ തുടങ്ങുന്ന ഒരു രീതി വരും. ഈ ഒരു സമയങ്ങളിൽ ചിലപ്പം സ്വയം ഒന്ന് മാനേജ് ചെയ്യാനായിട്ടുള്ള അല്പം ബുദ്ധിമുട്ടൊക്കെ നേരിടും. ആരോഗ്യത്തിന് ചില പ്രശ്നങ്ങൾ വരും, കാഴ്ചയ്ക്ക് കുഴപ്പങ്ങളുണ്ടാവും, അതുപോലെ ഹെയർ, മുടി ഒക്കെ നരയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം, അല്ലെ പൊഴിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് വരാം, ശരീരത്തിന് അനാരോഗ്യകരമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാകാം. ഇതെല്ലാം അവരെ ബാധിക്കാറുണ്ട്. അതുപോലെ ചിലപ്പോൾ ഈ സമയത്ത് ഗ്രാൻഡ് പേരൻ്റ് ആകുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ചിൽഡ്രനെയൊക്കെ നോക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി കയറി വരുന്നൊരു ഘട്ടം കൂടിയാണ്. ചിലപ്പോൾ ഏകാന്തത അനുഭവിക്കേണ്ടി വരുന്നൊരു ഘട്ടമായിട്ട് ഇതിനെ മാറാറുണ്ട്. അതുപോലെ നമ്മുടെ എനർജിയൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ, നമുക്കൊരു സെക്യൂരിറ്റി ഇല്ലായ്മ, അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു രീതി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഡിപ്രഷൻ മുതലുള്ള കാര്യങ്ങളും ഇത്തരം ആൾക്കാർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് ശേഷം പിന്നീട് നമ്മൾ കടന്നു പോകുന്നത് ഓൾഡ് ഏജിലേക്കാണ്. അവിടെ ഓൾഡ് ഏജിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മിക്കവാറും റിട്ടയർമെൻറ്റിൻ്റെ ഒരു ടൈം, അല്ലെങ്കിൽ വിഡോ ആകാനുള്ള ഒരു ഘട്ടം, ചിലപ്പോൾ നമ്മുടെ പങ്കാളി മരിച്ചു പോയെന്നിരിക്കാം. അപ്പോൾ ഒറ്റയ്ക്കായി പോകുന്ന ഒരവസ്ഥ, അത് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും സംഭവിക്കാം. എന്നാലും കൂടുതലും ആൾക്കാർ ഫേസ് ചെയ്യുന്നത് ഈ ഒരു ഓൾഡ് ഏജ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ചെല്ലുമ്പോഴാണ്. അതുപോലെ അനേകം അസുഖങ്ങളുണ്ടാകുക, പിന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി റിലേറ്റീവ്സിൻ്റെ ഒക്കെ മരണം, സുഹൃത്തുക്കളുടെ മരണം ഒക്കെ കൂടുതലും സംഭവിക്കുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ ഇവർക്ക് ഫിനാൻഷ്യൽ ലോസ് പോലെയുള്ള അനേകം പ്രശ്നങ്ങളുമൊക്കെ സംഭവിക്കുന്നതാണ് ഈ ഒരു ഓൾഡ് ഏജിൻ്റെ കാലഘട്ടം. അപ്പോൾ ചിലപ്പോഴാണെങ്കിൽ ചില മക്കൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇനി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ത്രട്ടനിങ്ങിലൂടെ ജീവിപ്പിക്കുന്ന അവസ്ഥയുണ്ട്. ഓൾഡ് ഏജ് ഹോമിലാകുമ്പം കാര്യം സ്വന്തത്തിലുള്ള മക്കളും അല്ലെങ്കിൽ മരുമക്കളും പേരക്കുട്ടികളുമൊക്കെ കരുതാനില്ലാത്തൊരവസ്ഥ, അവർക്ക് സന്തോഷം എന്നതിന് പകരം സങ്കടമായിരിക്കും ഉണ്ടാക്കുക. എന്നാൽ ഓൾഡ് ഏജ് ഹോമിൽ ചെല്ലുമ്പോൾ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവിടെ കൂടിയിരിക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ ലോകം മറ്റൊന്നായിട്ട് മാറുകയും ഒരേ ഏജിലുള്ള ആൾക്കാർ അവരുടെ തമാശകളും കളികളും ചിരികളും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്നാലും അവരെല്ലാവരും തുല്യ ദുഃഖിതരാണ്. കാര്യം എല്ലാവർക്കും ചിലപ്പം മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടാവും. അവരുടെ ഒരു പരിഗണനയൊന്നും കിട്ടാതെ, സ്നേഹം കിട്ടാതെ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ വളരെ വേദനാജനകരമാണ് അവരെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ അധികം പ്രശ്നങ്ങൾ ഇവർ നേരിടും. ഇപ്പം അനേകം അസുഖങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ അവരെ കാത്തിരിക്കുക. കാര്യം ആരോഗ്യത്തിലധികം ശ്രദ്ധിക്കാതിരിക്കുന്നു, വ്യായാമത്തിൽ ശ്രദ്ധിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാതിരിക്കുന്നു. ഇങ്ങനെയുള്ള അനേകം പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മാനസിക ചിന്ത പോലും ഇവരെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാമാണ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക.
ഇതിൽ ഏത് ഘട്ടം വേണമെങ്കിലും, അതായത് പ്രീനറ്റൽ സ്റ്റേജ് മുതൽ ഓൾഡ് ഏജ് വരെയുള്ള ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും മരണം സംഭവിക്കാം. ഇപ്പോൾ ഡെത്ത് എന്നുള്ളത് എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട ഒരു സംഗതി കൂടിയാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൺസെപ്ഷൻ ടു ഡെത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു നിർവചനത്തെ പ്രാവർത്തികമാക്കുന്ന തരത്തിലുള്ള ഡെവലപ്മെൻറ്റിനെയാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചത്. അപ്പോൾ ജീവിതത്തിൽ ജനിച്ചാൽ മരിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന സമയം ആ യോഗയുടെ പോളിസി അനുസരിച്ചിട്ട് ഓരോ നിമിഷവും ആനന്ദപ്രദമാക്കി കഴിവതും മറ്റുള്ളവർക്ക് ദ്രോഹം വരുത്താതെ എല്ലാവരുമായിട്ടും സന്തോഷത്തോടെ സഹകരിച്ച് ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.